പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. കർക്കടകവാവ് പിതൃസ്മരണയുടെ പുണ്യദിനം. കടലിലേക്ക് അസ്തമിക്കുന്ന സൂര്യനൊപ്പം തിരമാലകളെ സാക്ഷിയാക്കി പൂർവികരുടെ ഓർമ്മകളുമായി ആയിരങ്ങൾ പയ്യാമ്പലം കടപ്പുറത്തെത്തി. ഇന്ന് കർക്കടകവാവ് മൺമറഞ്ഞുപോയ പ്രിയപ്പെട്ടവരെ സ്മരിക്കുന്ന ദിവസം. അവരുടെ ആത്മശാന്തിക്കായി ബലിതർപ്പണം നടത്തുന്ന പുണ്യദിനം. വിശ്വാസവും ആചാരവും പിതൃസ്മരണയും ഒത്തുചേരുന്ന ഈ ദിനത്തിൽ പയ്യാമ്പലം കടപ്പുറത്ത് പുലർച്ചെ മുതൽ തന്നെ ബലിതർപ്പണത്തിനായി വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ബലിതർപ്പണത്തിന് സൗകര്യമൊരുക്കാനായി വിവിധ രാഷ്ട്രീയ സാമുദായിക സംഘടനകൾ രംഗത്തെത്തി. കോൺഗ്രസ്, സേവാഭാരതി, സേവാദൾ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രഭാത ഭക്ഷണവും മറ്റും ഒരുക്കിയത് അതിരാവിലെ മുതൽ ബലിതർപ്പണത്തിനെത്തിയ വിശ്വാസികൾക്ക് ഏറെ ആശ്വാസമായി. കണ്ണൂർ ടൗൺ പോലീസ്, ഫിഷറീസ്, ലൈഫ് ഗാർഡ്, സിവിൽ ഡിഫൻസ് വളണ്ടിയർമാർ എന്നിവർ സുരക്ഷയുടെ ഭാഗമായി ചടങ്ങിൽ എത്തിച്ചേർന്ന വിശ്വാസികൾക്ക് പൂർണ്ണ സുരക്ഷയും നിർദ്ദേശങ്ങളും ഒരുക്കി. എന്താണ് കർക്കടകവാവ്? എങ്ങനെയാണ് ബലിതർപ്പണം നടത്തുന്നത്? ഈ ആചാരത്തിന് പിന്നിലെ ചരിത്രവും വിശ്വാസവും എന്താണ്? ബലിതർപ്പണത്തിന്റെ വിശ്വാസവും പാരമ്പര്യവും അടുത്തറിയാം. മലയാളിയുടെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും ഏറെ പ്രാധാന്യമുള്ള ദിനമാണ് കർക്കടകവാവ്. മരണമടഞ്ഞ പൂർവികരെ സ്മരിക്കുകയും അവരുടെ ആത്മശാന്തിക്കായി ബലിതർപ്പണം നടത്തുകയും ചെയ്യുന്ന ദിവസമായാണ് കർക്കടകവാവ് ആചരിക്കുന്നത്. കേരളത്തിലെ വിവിധ നദീതീരങ്ങളിലും കടപ്പുറങ്ങളിലും ക്ഷേത്ര കടവുകളിലും ആയിരക്കണക്കിന് ആളുകളാണ് ബലിതർപ്പണത്തിനായി എത്തുന്നത്. കണ്ണൂരിലെ പയ്യാമ്പലം കടപ്പുറവും കർക്കടകവാവ് ബലിതർപ്പണത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. പുലർച്ചെ മുതൽ തന്നെ പൂർവികരെ സ്മരിച്ചുകൊണ്ട് നിരവധി വിശ്വാസികൾ ഇവിടെ എത്തിച്ചേരുന്നു. എന്താണ് ബലിതർപ്പണം? ഹിന്ദു ആചാരപ്രകാരം മരണമടഞ്ഞ പിതൃക്കൾക്ക് അർപ്പിക്കുന്ന സമർപ്പണമാണ് ബലി അഥവാ പിതൃതർപ്പണം. ചന്ദനത്തിലും വെള്ളത്തിലും മുക്കി പിടിച്ച് പിതൃക്കളെ ആവാഹിക്കുക. മാതൃപിതൃകുലങ്ങളിലുള്ള പിതൃക്കളെ ആവാഹിക്കണോ? ആദ്യം ഓം പിതാമഹ കുലേ ജൈവ അസ്മത് കുലേ പിതായേജ എതിർയേഷാം ന വിദ്യതേ അവാഹയിഷ്യേ താൻ സർവാൻ ഗർഭോപരിതിലാക്ഷതൈഹി. ആ നിർഭേട അനുഭവിക്കും. കുടിയില് മാതൃകുലങ്ങളിലുള്ള പിതൃക്കളെ ആവാഹിക്കും. കുറച്ച് പുഷ്പവും അക്ഷതോ ചന്ദ്രൻ കൂടി വെള്ളത്തിൽ മുക്കിയെടുത്ത് അന്തരീക്ഷത്തിൽ നിന്ന് ആവാഹിക്കൂ. ഓം മാതാമഹ കുലേ ജൈവ എതിർയേഷാം ന വിദ്യതേ ആവാഹയിഷ്യേ താൻ സർവാൻ ഗർഭോപരിതിലാക്ഷതൈഹി. അതിൽ വെച്ചു ഒരു പുഷ്പാർച്ചിക്കും. ഇനി തന്നിരിക്കുന്ന എള്ളില് പകുതി എടുത്ത് വലതുകൈയിലെടുക്കും. ഇടത് കൈ കൊണ്ട് വെള്ളം എടുത്തിട്ട് നോക്കും. പെരുവിരലിന്റെയും ചൂണ്ടുവിരലിന്റെയും മധ്യത്തിൽ കൂടി മുകളിൽ കൊടുക്കണം. ഓം വംശദ്വയ പിതൃഭ്യഃ ഗർഭോപരി ശിരോദകം മയാദീയതേ. ഇനി പിണ്ടം വയ്ക്കാം. ഈ തന്നിരിക്കുന്ന പിണ്ടത്തിൽ 5-1 വലത് കൈയിലെടുക്കുക. 5-1 പിണ്ടം വലത് കൈയിലെടുക്കുക. പ്രാർത്ഥിക്കാം. ഓം ആ ബ്രഹ്മണോയേ പിതൃവംശജാത മാതുസ്തദാ വംശ ഭവാമദീയാഹ വംശദ്വയേസ്മിൻ മമ ദാസബോധ കൃത്യ തദൈവാസിത സേവകാശ്ച മിത്രാണി സഖ്യ പശവശ്ച വൃക്ഷാഃ ദൃഷ്ടാശ്ച സ്പൃഷ്ടാശ്ച കൃതോപകാരാഃ ജന്മാന്തരേ യേ മമ സംഗതാശ്ച തേഭ്യ സദാപിണ്ഡം അഹം ദദാമി. ആ ദർഭേട നടുക്ക് വയ്ക്കും. കൊടിയലേ നടുക്ക് വയ്ക്കുക. ഇനി ബാക്കിയുള്ള പിണ്ടത്തിന് 4-1 വലതുകൈയിലെടുക്കും. ഓം പിതൃവംശേ ഹൃദായജ മാതൃവംശേ തദൈവജ ഗുരുശ്വശുര ബന്ധൂനാം യേ ചാന്യേ ബാന്ധവാമൃതാഃ യമേ കുലേ ലുപ്തപിണ്ഡ പുത്രദ്വാരാ വിവർജിത വിരൂപ ആമഗർഭാശ്ച ജ്ഞാതാജ്ഞാതാ കുലേ മമ ധർമ്മപിണ്ഡോ മയാദത്തോ അക്ഷയീയ ഉപദിഷ്ടതോ. ഈ ബാക്കിയുള്ള പിണ്ഡത്തിന് 3-1 എടുക്കൂ. ഓം ഉച്ഛിന്ന കുല കോടീന യേഷാം ദാദാ കുലേ നഹി തേഷാം ഉദ്ധരണാർത്ഥായ ഇദം പിണ്ഡം ദദാമ്യഹ. അതിനോട് ചേർത്ത് വെച്ചോ. ബാക്കിയുള്ള പിണ്ഡത്തിന് പകുതി എടുക്കുവരുതേ. ഓം അസിപത്ര വനേഘോരേ കുംഭീപാകേജ രവിരവേ തേഷാം ഉദ്ധരണാർത്ഥായ ഇദം പിണ്ഡം ദദാമ്യഹ. അതിനോട് ചേർത്ത് വെച്ചോ. ഇനി ബാക്കി പിണ്ഡം കുറച്ച് ബാക്കി വെച്ചിട്ട് മുഴുവൻ എടുക്കാം. ഓം യേ ബാന്ധവാഹ യേ അബാന്ധവാഹ യേ അന്യജന്മനി ബാന്ധവാഹ തേഷാം ഉദ്ധരണാർത്ഥായ ഇദം പിണ്ഡം ദദാമി. ഇനി ഇടത് കൈയിൽ വെള്ളം എടുക്കും. വലത് കൈയിൽ ആ പിണ്ഡം വെച്ച കൈ
കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തെളിക്കുക. അത് തർപ്പണാണ്, പിണ്ടത്തിന് മേലെ തെളിക്കുക. ഇത് കുറഞ്ഞിട്ടോളൂ. ഒരു പുഷ്പാർച്ചിക്കൂ. പിണ്ടപുത്ര ദേവതാഭ്യോ നമ. അതിന് പിണ്ട പൂജ. ഒരു പൂവെടുത്ത് തളിച്ചുകൊണ്ടിരിക്കും. പൂവിലും പകുതി എടുത്ത് വെള്ളത്തിലും ചന്ദനത്തിലും മുക്കി പിടിച്ച് പ്രാർത്ഥിക്കുക. ഇനി തർപ്പണം. ഒരു പൂവെടുത്ത് വെള്ളത്തിൽ മുക്കിയിട്ട് ഫ്ലോറിൽ തർപ്പിക്കാം. ഓം ബ്രഹ്മാദേവോ യേ ദേവാഹ താൻ ദേവാൻ തർപ്പയാമി, ഭൂദേവാൻ തർപ്പയാമി, ഭൂർദേവാൻ തർപ്പയാമി, സ്വർദേവാൻ തർപ്പയാമി, പൂർവോ സ്വർദേവാൻ തർപ്പയാമി. ഓം കൃഷ്ണദ്വൈപായനാദിയെ ഋഷയ താൻ ഋഷിയും തർപ്പയാമി, പൂർഋഷിയും തർപ്പയാമി, ഭൂഋഷിയും തർപ്പയാമി, സ്വർഋഷിയും തർപ്പയാമി, പൂർവോ സ്വർഋഷിയും തർപ്പയാമി. ഓം കവ്യവാഹനാദയോ യേ പിതര താമ്പത്രം തർപ്പയാമി, ഭൂപത്രം തർപ്പയാമി, ഗോപത്രം തർപ്പയാമി, സ്വപത്രം തർപ്പയാമി, പൂർവോ സ്വപത്രം തർപ്പയാമി. വീണ്ടും വെള്ളത്തിൽ മുക്കിക്കോളൂ. ദേവർഷി പുത്ര മാനവാഹ തൃപ്യന്തോ പിതര സർവേ മാതൃമാതാ മഹാദയ അതീതകുല കോടീനാം സപ്തദ്വീപ നിവാസിനാം ആ ബ്രഹ്മഭുവനാൻ ലോകാൻ ഇതമസ്തു നിരോധകം വിഷ്ണു നമോ ഭഗവതേ വിഷ്ണവേ പുരാണ പുരുഷോത്തമായ. തൊഴുതു പിടിക്കോ. അതസീ പുഷ്പ സംഘ പിതൃമോക്ഷ പ്രദോഭവ. ഈ സാവധാനം എഴുന്നേൽക്കുക. അങ്ങനെ ഇടത്തോട്ട് തിരിയണം. 3 പ്രാവശ്യം തിരിയ. ഇടത്തോട്ട് യാനി യാനി ജപാപാനി ജന്മാന്തരകൃതാനി താനി താനി വിനശ്യന്തോ പ്രദക്ഷിണ പദേ പദേ. ശിവമാർഗ പ്രണയതാരം പ്രണതോസ്മി സദാശിവം. പിണ്ണം തൊട്ട് ശിരസിൽ വെക്കൂ. നമസ്കരിക്കൂ. 2 കൈകൊണ്ട് തൊട്ട് പിടിക്കുക. അല്ലെങ്കിൽ തൊട്ട് പിടിച്ചെന്ന് ഭാവിക്കുക. തിരിയാൻ പറ്റാത്തവര്. അയോധ്യ, മധുരാമായ, കാശി, കാഞ്ചി, അവന്തിക, പുരി, ദ്വാരാവതി ചൈവ സപ്തൈത മോക്ഷദായക പുണ്യദായക ബലദായക സർവദായക. വിട്ടു ബാക്കിയുള്ള പൂവും അക്ഷതവും വലുതയിലെടുക്ക്. ഭൂക്ഷതം വലുതയിലെടുത്ത് ചന്ദനത്തിലും പൂവിലും മുക്കി പിടിക്കുക. ഓം വംശദയ പുതൃഭ്യ യഥാസ്ഥാനം പ്രാപയത ഉദ്വാസയാമി. മുകളിലേക്ക് ഇട്ടോളൂ. കുറച്ച് മുകളിലേക്ക്. തൊഴുതു ചൊല്ലു. കായേന വാച മനസ്സേന്ദ്രിയർവ ബുദ്ധിയാത്മനാവ പ്രകൃതേസ്വാവ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഇനി പിണ്ടം വെച്ച ഇല ഈ പൂജാ സാധനങ്ങൾ വെച്ച ഇലയുടെ മുകളിലെടുത്ത് വയ്ക്കൂ. 2 ഇലയും കൂടി ഒരുമിച്ചെടുത്ത് നാരായണ ജപിച്ച് നാരായണ മന്ത്രം ജപിച്ച് പിതൃക്കളുടെ അനുഗ്രഹത്തെ പ്രാർത്ഥിച്ച് ഗംഗയാണെന്ന് സങ്കല്പിച്ച് സമുദ്രത്തിൽ ഒഴുക്കാം. ആരും ഇറങ്ങണ്ട, ഒഴുക്കി വിട്ടാ മതി. അതിനുശേഷം കൈയും കാലും നനച്ച് കയറി തീർത്ഥത്തെ നമസ്കരിച്ച് കയറി പവിത്രം കെട്ടഴിച്ച് കളയാം. അതിനുശേഷം ഇവിടെ ഒന്ന് ദക്ഷിണ സമർപ്പിക്കാം. നമോ നാരായണായ. എള്ള്, അരി, വെള്ളം, പുഷ്പം തുടങ്ങിയവ ഉപയോഗിച്ച് മന്ത്രോച്ചാരണങ്ങളോടെയാണ് ബലിതർപ്പണം നടത്തുന്നത്. പൂർവികരോടുള്ള ആദരവും നന്ദിയും ഓർമ്മയും പ്രകടിപ്പിക്കുന്ന ഒരു ആചാരമായാണ് ഇതിനെ കാണുന്നത്. പുരാതന ഭാരതീയ പാരമ്പര്യത്തിൽ തന്നെ പിതൃക്കളെ സ്മരിക്കുന്നതിനും അവർക്കായി തർപ്പണം നടത്തുന്നതിനും പ്രത്യേക സ്ഥാനമുണ്ട്. വേദങ്ങളിലും പുരാണങ്ങളിലും പിതൃകർമ്മങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം. കേരളത്തിൽ കർക്കടക മാസത്തിലെ അമാവാസി ദിനമായ കർക്കടക വാവ് പിതൃബലിക്ക് ഏറെ പ്രധാനപ്പെട്ട ദിവസമായി മാറിയതിന് പിന്നിൽ തലമുറകളായി കൈമാറി വന്ന വിശ്വാസങ്ങളും ആചാരങ്ങളുമുണ്ട്.
പയ്യാമ്പലം കടപ്പുറത്ത് തിരമാലകളെ സാക്ഷിയാക്കി നടക്കുന്ന ഈ ബലിതർപ്പണം ഒരു മതാചാരം മാത്രമല്ല, തങ്ങളെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്ന പൂർവികരോടുള്ള സ്നേഹത്തിന്റെയും നന്ദിയുടെയും ഓർമ്മയുടെയും പ്രതീകം കൂടിയാണ്. പൂർവികരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രാർത്ഥനകളോടെ ബലിതർപ്പണം. ഓരോ തിരമാലയും കരയെ തഴുകി മടങ്ങുമ്പോൾ അതിനൊപ്പം ഒരുപാട് ഓർമ്മകളും മനസ്സിലൂടെ കടന്നു പോകുന്നു. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം കൂടി ഓർക്കാനും അവരോടുള്ള സ്നേഹവും നന്ദിയും പ്രാർത്ഥനയായി സമർപ്പിക്കാനുമുള്ള അവസരമാണ് കർക്കടകവാവ്. കാലം മാറിയാലും തലമുറകൾ മാറിയാലും പൂർവികരെ ഓർക്കുന്ന ഈ പാരമ്പര്യം ഇന്നും മലയാളിയുടെ മനസ്സിൽ നിലനിൽക്കുന്നു. പയ്യാമ്പലം കടപ്പുറത്തെ തിരമാലകൾക്കൊപ്പം പ്രാർത്ഥനകളായിരുന്നു മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹത്തിന്റെ പ്രാർത്ഥനകൾ. പിതൃസ്മരണയുടെ ഈ പുണ്യദിനത്തിൽ എല്ലാവർക്കും ശാന്തിയും നന്മയും നേരുന്നു. ഇതാണ് കർക്കടകവാവ് ബലിതർപ്പണം.